എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നുമില്ല, മമ്മൂട്ടി അങ്ങനെ ഒന്നുമുള്ള ആളല്ലെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. എന്നെ നാട്ടിക്കാമല്ലോ ചവിട്ടി ഉരുവെടുക്കണം. അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണം, അത്രേ ഉള്ളൂ. എന്നെ ഒന്ന് രക്ഷിക്കടോ. ൂണ്ടപ്പം ഞാൻ നിന്ന് കൊടുക്കണം. ഈ പെൺകുട്ടികളെ കൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്നത് പറഞ്ഞു. മിനുന് എന്താ തോന്നുന്നത്? ആയിരിക്കാം. ആയിരിക്കാമെന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ടല്ലോ. ഇത്രയും അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. കേരളത്തിലെ നമ്പർ 1. പിന്നെ ഈ മുകേഷ് പറഞ്ഞായിരുന്നു ലാലേട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. മുകേഷ് ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശാ മുട്ടിക്കാണെന്ന്. പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? എന്നോട് പറഞ്ഞു മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവരുടെ മോന്ത കണ്ടാ അറിയാം ഇവിടെ തന്ന ഊത്തുവാണെന്ന്. അങ്ങനെയാണോ സിനിമയുടെ പേര്? ഒരു നാൾ വരും എന്നാണോ സിനിമയുടെ പേര്? അങ്ങനെ ആ സിനിമയിൽ അതിനാ വിളിച്ചത്. അപ്പം ഞാൻ പോയില്ല. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ട്രിവാൻഡ്രം എയർപോർട്ടില് പ്രൊഡക്ഷന്റെ വണ്ടിയൊക്കെ വന്നു എന്നെ കൊണ്ടുപോവാൻ. ഞാൻ പോയില്ല. എന്തോ ഇത്രയും കൺട്രോളുള്ള ഈ കുട്ടികൾ എല്ലാവർക്കും ഒരു മാതൃകയാവണം. നിങ്ങളെ കാഴ്ചകളെ കൊണ്ട് വെക്കട്ടെ. സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അത് ഉറപ്പാണ്. എല്ലാം വീഴും, എല്ലാം കുലുങ്ങും. കേരളം ഒന്ന് കുലുങ്ങും, സത്യം. പിന്നെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഈ സൂപ്പർ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ? എന്താ ഏതാ വിളിച്ച് പറയാന്നറിയില്ല. ഹരം പ്ലസ് ഹരം ഈസ് കിന്നരം. ഇല്ല അവരുമായിട്ട് എനിക്ക് വന്നിട്ടില്ല, അഭിനയിക്കാൻ വന്നിട്ടില്ല. രക്ഷപ്പെട്ടേ? അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.